ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്തു വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ ചക്കുങ്ങൽ വീട്ടിൽ ഖാദറാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ബിജെപിയുടെ തുടർ പ്രതിഷേധം. 5 മിനിറ്റിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വിദ്യാർത്ഥികൾ വായനയെ ലഹരിയാക്കി മുന്നേറണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച MLAയുടെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു മാറ്റുന്നതിനിടെ മരത്തടി ദേഹത്തു വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ ചക്കുങ്ങൽ വീട്ടിൽ ഖാദറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11:15 അപകടം. മരം കമ്പിയിൽ വീണ് താഴ്ന്നതോടെ മേശയിൽ കയറി നിന്ന് മുറിച്ചു മാറ്റിയ ശേഷം ഇറങ്ങുന്നതിനിടെ കമ്പിയിൽ കുടുങ്ങി നിന്ന തടി ഖാദറിന്റെ തലയിൽ വന്നിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന വനംവകുപ്പിന്റെ ജീപ്പിൽ ഉദ്യോഗസ്ഥർ ഖാദറിനെ വേലൂപ്പാടത്തെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസം മുൻപുണ്ടായ ശക്തമായ കാറ്റിലാണ് മരം കടപുഴകി വൈദ്യുതി കമ്പിയിൽ വീണത്. ഡാമിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് മരം ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ ബിജെപിയുടെ തുടർ പ്രതിഷേധം. 5 മിനിറ്റിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കൗൺസിൽ ഹാളിൽ പ്രതിഷേധം തുടർന്ന് ബിജെപി കൗൺസിലർമാർ. കിടപ്പ് സമരവുമായി കോൺഗ്രസ് കൗൺസിലർ. പദ്ധതി വിഹിതം നീക്കിവെക്കുന്നതിൽ ബിജെപി കൗൺസിലർമാരുടെ വാർഡുകളോട് വിവേചനം കാണിക്കുന്നുവെന്ന് ആരോപിച്ച് ബിജെപി നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് നഗരസഭാ യോഗം തടസ്സപ്പെടുത്തിയത്. പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചതോടെ അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി.കെ. ഗീത യോഗം പിരിച്ചുവിട്ടു. ഭരണപക്ഷാംഗങ്ങൾ യോഗഹാൾ വിട്ടിറങ്ങിയെങ്കിലും ബിജെപി കൗൺസിലർമാർ മുദ്രാവാക്യം വിളി തുടർന്നു. പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിക്കുന്ന ഭരണപക്ഷത്തിനെതിരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവൻ പറഞ്ഞു. അങ്ങനെ ഒരു വല്ല വാർഡുകളും അതുപോലെ വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ ഈ കൃത്യമായിട്ട് സമയത്തിന് ഫണ്ട് കെട്ടാത്തതിന്റെ പേരിൽ ശ്രീമാൻ സുനിൽകുമാറിന്റെ ഉൾപ്പെടെയുള്ള വാർഡുകൾ, ആ പ്രദേശങ്ങളിൽ 21-22 വാർഡുകൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നങ്ങളിൽ ഫണ്ടുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ അത് ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനം നടത്താത്തതിന്റെ പേരിൽ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാ വാർഡുകളിലും വികസനം വേണം. ഞങ്ങളതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ബിജെപി വാർഡിലേക്ക് മാത്രം വികസനം ചോദിക്കുന്നില്ല, എല്ലാ വാർഡിലേക്കും തുല്യമായി വികസനം വരണം. ആ വികസന പ്രവർത്തനത്തിന് തടയിട്ടിട്ടാണ് LDF ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളിത് ചോദ്യം ചെയ്യും. ഇതിനിടെ തുടർച്ചയായി നഗരസഭാ യോഗം തടസ്സപ്പെടുത്തുന്ന ബിജെപിക്കും ചർച്ചകളില്ലാതെ അജണ്ടകൾ പാസാക്കുന്ന LDFനുമെതിരെ കോൺഗ്രസ് കൗൺസിലർ VM ജോണി കൗൺസിൽ ഹാളിൽ കിടന്ന് സമരം ചെയ്തു. ഇത് നിങ്ങൾക്ക് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിന് തമാശ കളിക്കാനുള്ള ഈ 44 വാർഡിൽ ജനങ്ങളോട് തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നത്. ഇതെന്ത് കളിയാണ് കളിക്കുന്നത്? 14 ദിവസമായില്ലേ പ്രശ്നം നടന്നിട്ട്? നിങ്ങൾ തെരുവിൽ സമരം ചെയ്യാമായിരുന്നില്ലേ? നിങ്ങൾ ചെയർപേഴ്സൺ മുമ്പിൽ 14 ദിവസവും നിരന്തരം സമരം ചെയ്യാമായിരുന്നില്ലേ? 28 അജണ്ടകളിൽ നിന്ന് 7 അജണ്ടകൾ സപ്ലിമെന്ററി അജണ്ട ഇതൊന്നും പാസ്സാക്കാതെ എല്ലാം പാസ്സാക്കി അവർ ഇറങ്ങിപ്പോയി. ആർക്കാണ് നഷ്ടം? എന്നാൽ ബിജെപിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വികസന പ്രവർത്തനങ്ങളിൽ LDF രാഷ്ട്രീയം കലർത്താറില്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത പറഞ്ഞു. അജണ്ട വായിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പ്രതിപക്ഷ കൗൺസിലറായിട്ടുള്ള സജീവൻ കഴിഞ്ഞ കൗൺസിലിലെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അത് സംസാരിക്കുമ്പോൾ അത് പിന്നീട് സംസാരിക്കാം, ഇന്നത്തെ അജണ്ട നമുക്ക് എടുക്കാം, അത് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ പ്രതിപക്ഷ കൗൺസിലേഴ്സ് ഒന്നടങ്കം കൗൺസിലിൻ്റെ ടേബിളിന് ഫ്രണ്ടിൽ വന്നു നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും അജണ്ട വായിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥയുടെ അജണ്ട വാങ്ങിച്ച് കീറി അംഗീകരിക്കാൻ പറ്റില്ല, കൗൺസിൽ നടത്താൻ പറ്റില്ല എന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുടുംബശ്രീ CDSകളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 18 നഗര CDSകളിൽ കുടുംബശ്രീ സംസ്ഥാന മിഷൻ നടപ്പിലാക്കുന്ന ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള CDS ADS തല പരിശീലനം ചാലക്കുടി നഗരസഭയിൽ പൂർത്തിയായി.
കുടുംബശ്രീയുടെ മധ്യതല സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത 18 CDSകളിൽ ഒന്നായി ചാലക്കുടി നഗരസഭ CDSനെ തെരഞ്ഞെടുത്തതിനെ തുടർന്നാണ് 36 അംഗ CDS ഭരണസമിതി അംഗങ്ങൾക്കും 396 അംഗങ്ങൾ ഉൾപ്പെടുന്ന ADS ഭരണസമിതിക്കും പരിശീലനം നടത്തിയത്. CDS ഭരണസമിതി അംഗങ്ങൾക്ക് 3 ദിവസം നെടുമ്പാശ്ശേരിയിലായിരുന്നു പരിശീലനം. 36 വാർഡ് തല ADS കമ്മിറ്റി അംഗങ്ങൾക്ക് ദ്വിദിന പരിശീലനം ചാലക്കുടിയിലും പൂർത്തിയാക്കി. ചലനം പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ നിർവഹിച്ചു. സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് വിശദീകരിച്ചു. 6 മാസക്കാലത്തേക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഒരു മെന്ററെ ചാലക്കുടി CDSൽ നിയമിച്ചുകൊണ്ടാണ് MCGയുടെ പിന്തുണയോടെ CDSന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സപ്പോർട്ട് ചെയ്തു വരുന്നത്. സംസ്ഥാനത്തെ CDSകളിൽ ചാലക്കുടിയെ ഒന്നാമതെത്തിച്ച് മികവിന്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് മെന്റർ റസിയ മമ്പാട് പറഞ്ഞു. ഓരോ വാർഡുകളിൽ കൗൺസിലർമാരും അതാത് ബാച്ചുകളിലെ പരിശീലനത്തിൽ പങ്കെടുത്തു. കുടുംബശ്രീ സംസ്ഥാനതല പരിശീലന ടീം അംഗങ്ങളായ സിന്ധു കണ്ണൂർ, കുമാരി കോട്ടയം എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. 3 മാസ കാലയളവിലേക്കുള്ള പ്രവർത്തന പ്ലാൻ തയ്യാറാക്കി. CDS ചെയർപേഴ്സൺ സുബി ഷാജി, വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു, ഉപസമിതി കൺവീനർമാർ, ഇന്റേണൽ റിസോഴ്സ് ഗ്രൂപ്പ് അംഗങ്ങൾ, അക്കൗണ്ടന്റ്, മെമ്പർ സെക്രട്ടറി, സിറ്റി മിഷൻ മാനേജർ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി CDSന് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് നാടയുടെ വിരസതയല്ല, ആരാമത്തിന്റെ വർണ്ണഭംഗിയാണിവിടെ. താലൂക്കിന്റെ ഭരണസിര കേന്ദ്രത്തിലെത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ. 4 നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകൾക്ക് മുന്നിലുള്ള വരാന്തകളിലും പൂന്തോട്ടങ്ങൾ ഉണ്ട്. ലേബർ ഓഫീസിലെ ജീവനക്കാരാണ് ആദ്യമായി ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, PWD ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകൾക്ക് മുന്നിലും പൂന്തോട്ടങ്ങൾ വളർന്നു. അതാത് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെയാണ് ഒഴിവു സമയങ്ങൾ ചെടികൾ പരിപാലിക്കുന്നതിനായി ചെലവഴിക്കുന്നത്. ലിഫ്റ്റ് തകരാർ, കുടിവെള്ളക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്കുമായി മിനി സിവിൽ സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഈ പൂന്തോട്ടങ്ങൾ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പുത്തൻവേലിക്കര തേലത്തുരുത്തിൽ മാഞ്ഞാലി പാലത്തിന് സമീപം പെരിയാറിന്റെ തീരത്ത് JCB ഉപയോഗിച്ച് പറമ്പ് താഴ്ത്തി വലിയ കുളം നിർമ്മിച്ചതിനെതിരെ CPM പ്രവർത്തകർ രംഗത്ത്. പെരിയാർ തീരപ്രദേശങ്ങളിൽ 100 മീറ്ററിനുള്ളിൽ നിർമ്മാണങ്ങൾ പാടില്ലെന്നിരിക്കെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്തോ വില്ലേജ് ഓഫീസ് അധികൃതർ പോലും അറിയാതെ പറമ്പ് താഴ്ത്തിയിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. പുഴയുടെ സമീപത്തു നിന്നും 10 മീറ്റർ ദൂരത്താണ് പുഴയിലെ ജലനിരപ്പിനേക്കാൾ താഴ്ത്തി കുളം നിർമ്മിച്ചിരിക്കുന്നത്. സംഭവം അറിഞ്ഞെത്തിയ CPM പ്രവർത്തകർ തടഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിച്ചു. ചെങ്ങമനാട് പോലീസും വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി. മാഞ്ഞാലിപ്പുഴയിൽ നിന്നും മണൽ ഡ്രഡ്ജ് ചെയ്ത് കുളത്തിൽ നിറച്ച് അവിടെ നിന്നും ദേശീയപാത നിർമ്മാണ സ്ഥലത്തേക്ക് മണൽ കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടത്തിയത്. പുഴയിൽ ഡ്രഡ്ജ് നടത്തിയാൽ മാഞ്ഞാലി പാലത്തിനും ദോഷമാകാനും ഇടയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഗ്രാമപഞ്ചായത്തിലെ ഭരണാധികാരികൾക്കോ അതിന് ബന്ധപ്പെട്ട ആളുകൾക്കോ അറിയില്ല, ഈ നാട്ടുകാർക്കും അറിയില്ല. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഇപ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇങ്ങനെ വലിയൊരു കുഴി രൂപപ്പെടുത്തി എന്തെങ്കിലും വ്യവസായ അടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും കാര്യം നിർമ്മിക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ല. ഇത് അടിയന്തരമായി പഞ്ചായത്തിൻ്റെ ആളുകളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ബന്ധപ്പെട്ട് ഈ കുഴി എത്രയും പെട്ടെന്ന് ഇവിടെ മൂടിയില്ലെങ്കിൽ ഇത് മാഞ്ഞാലിപ്പുഴ, അത് നമുക്കറിയാം, പെരിയാറിൽ വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നിസ്സാര സമയത്തിനുള്ളിൽ വെള്ളം ഇനിങ്ങ കൂടി വന്നാൽ നമുക്ക് ചിത്രത്തിൽ നോക്കി കാണാൻ പറ്റും. വെള്ളം ഇങ്ങനെ കയറി വരികയാണ്. ഈ ഭാഗം മുഴുവനും ഒലിച്ചു പോകും. അത്രയും ഡിസ്റ്റൻസ് മാത്രമാണ് ഈ കുഴിയും പുഴയും തമ്മിലുള്ളത്. മീഡിയ ടൈം, പറവൂർ. വിദ്യാർത്ഥികൾ വായനയെ ലഹരിയാക്കി മുന്നേറണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച MLAയുടെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയലാറിന്റെ ശ്രീനാരായണ ഗുരു എന്ന കവിതയും മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദും കുമാരനാശാന്റെ കരുണയും ചണ്ടാല ഭിക്ഷുകിയും ഉൾപ്പെടെയുള്ള കവിതകൾ ചൊല്ലി മന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സിലബസുകൾക്കപ്പുറത്ത് അറിവിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്ന വൈജ്ഞാനികത ഓരോരുത്തരും കണ്ടെത്തണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാര്യക്ഷമമായ മാറ്റങ്ങൾ ഈ സർക്കാരിന് കൊണ്ടുവരാനായതായും മന്ത്രി പറഞ്ഞു. ഈ കേരളം വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ പ്രതിഭാസംഗമം ചേരുന്നത്.
അപ്പോൾ നാം മുന്നോട്ട് എന്നുള്ളതിന് ഏറെ പ്രസക്തിയുണ്ട്. ആ മുന്നോട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളിൽ നമുക്ക് കൃത്യമായി പ്രതികരിക്കാനും ഇടപെടാനും കഴിയുന്ന നിലപാടുകൾ നമ്മളിൽ ഓരോരുത്തരും ഉയർന്നു വരണം എന്നതാണ് എല്ലാ ബൗദ്ധിക നിലവാരങ്ങളിലും ഉയർന്നു വരുന്ന ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നവരോടെല്ലാം അഭ്യർത്ഥിക്കാം. പഠനം പൂർത്തിയാകുന്നതിനൊപ്പം ക്യാമ്പസ് സെലക്ഷനിലൂടെ ജോലി ലഭ്യമാക്കുന്ന നിരവധി കോഴ്സുകൾ ആരംഭിച്ചു. നിർബന്ധ ബുദ്ധികളില്ലാതെ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഇഷ്ടത്തിനും അഭിരുചിക്കും അനുസരിച്ച് പഠിക്കാൻ രക്ഷിതാക്കൾ ഒപ്പം നിന്ന് അവസരമൊരുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് അൽമിനി അക്കാദമിക് കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. SSLC, +2 യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, വിവിധ മത്സര പരീക്ഷകൾ എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർ, വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച പ്രതിഭകൾ, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾ, മികച്ച പ്രവർത്തനം നടത്തുന്ന സഹകരണ സംഘങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. എല്ലാ പ്രതിഭകൾക്കും ആദരം വാങ്ങുന്ന ഫോട്ടോ ഫ്രെയിം ചടങ്ങിൽ കൈമാറി. MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ഉഷാദേവി, TV സുനിൽകുമാർ, ലക്ഷ്മി വിശ്വംഭരൻ, സിമി അജിത് കുമാർ, തങ്കമണി ശങ്കുണ്ണി, ചടങ്ങിന് കോലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MD വികാസ് രാജ്, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. അന്നമനട കീഴൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ വാർഷികവും സെമിനാറും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നാട്ടിലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയും സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ക്ഷീരവകുപ്പിൻ്റെയും എല്ലാം ആനുകൂല്യങ്ങൾ യഥാസമയം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിനൊക്കെ വേണ്ടി നല്ല മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘമാണ് നമ്മുടെ ഈ ഒരു ക്ഷീരസംഘം. അപ്പോൾ അതിലൊക്കെ തന്നെ നിസ്വാർത്ഥരായ, തികച്ചും ഒരു മറ്റു താല്പര്യങ്ങളില്ലാതെ നമ്മുടെ ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്ഷീര കർഷകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റിതര സഹായങ്ങളൊക്കെ ചെയ്യുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഘം കൂടിയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് പോയ ഒരു കാലമാണിത്. ഇപ്പോൾ നമുക്കറിയാം, പ്രളയവും അതോടൊപ്പം തന്നെ കൊറോണ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അതിനിടയിലൊക്കെ തന്നെ ഈ സംഘമൊക്കെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ സംഘം പ്രവർത്തിക്കുന്നത്. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ഷീര കർഷകരുടെ മക്കൾക്ക് പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു. സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരെയും ആദരിച്ചു. വാർഡ് മെമ്പർ ലിജു ചക്കാലക്കൽ, ക്ഷീരവികസന ഓഫീസർ സിജി വർഗീസ്, സംഘം പ്രസിഡന്റ് PK ജനാർദ്ദനൻ, MR സോമൻ, KA കണ്ണൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ അനിയന്ത്രിതമാകുന്ന വിലക്കയറ്റത്തിനെതിരെ മഹിളാ മോർച്ച സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ദേശീയ ശരാശരിക്ക് വിരുദ്ധമായി കേരളത്തിൽ അനിയന്ത്രിതമാകുന്ന വിലക്കയറ്റവും പണപ്പെരുപ്പവും പിടിച്ചു നിർത്താൻ കേരള സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ദേശീയ കൗൺസിൽ അംഗം MS സമ്പൂർണ്ണ പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിലർ KG നിജി അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പൂർണിമ സുരേഷ്, സൗമ്യ സലീഷ്, സുധീഷ് മേനോത്തുപറമ്പിൽ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറിമാരായ മുരളി കുളങ്ങാട്ട്, റിക്സൺ ചെവിടൻ, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, അശ്വിൻ വാര്യർ, പ്രിയ അനിൽ, ഭഗീരഥി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. CPI വലിയപറമ്പ് സ്നേഹഗിരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൻ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേന പ്രവർത്തകർക്ക് VS ഗോപാലകൃഷ്ണൻ മഴക്കൂട്ട് വിതരണം ചെയ്തു. രതീഷ് ശാന്തി, KK ഹഫ്സൽ, KP പ്രസന്നൻ, AK ബാലൻ, ബെന്നി വെമ്പിൽ, BN മണി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് വീട്ടുവളപ്പിൽ നിന്നും കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. വനം വകുപ്പിന്റെ റെസ്ക്യൂവർമാർ ഞായറാഴ്ച ഉച്ചയ്ക്ക് ചാവക്കാട് പുന്ന ജുമാ മസ്ജിദിന് പടിഞ്ഞാറ് വശമുള്ള ചാവക്കാട് മുനിസിപ്പൽ കോംപ്ലക്സിൽ ബിസിനസ്സുകാരനായ വെജിറ്റബിൾ ഷോപ്പ് ഉടമ അഷറഫിന്റെ വീട്ടുപരിസരത്ത് നിന്നാണ് ഭീമൻ മലമ്പാമ്പിനെ പിടികൂടിയത്. സ്നേക്ക് കാച്ചർ വീരാൻകുട്ടി പിടികൂടിയ മലമ്പാമ്പിനെ കാട്ടിൽ വിട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനപക്ഷമല്ലെന്നും ജനങ്ങൾക്ക് നാശം വിതയ്ക്കുന്ന നടപടികളാണ് ചെയ്തു കൂട്ടുന്നതെന്നും മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആരോപിച്ചു. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും
ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും സമകാലീന രാഷ്ട്രീയം ചർച്ച ചെയ്യാനും പ്രാദേശിക വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒരു സായാഹ്നം, നല്ലൊരു സായാഹ്നം കോൺഗ്രസിൻ്റെ താഴെ തലങ്ങളിലെ കമ്മിറ്റികൾ സജീവമാക്കുകയാണ്. കർണാടക സംസ്ഥാനത്തിലെ ബെൽഗാമിൽ ചേർന്ന കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ വെച്ചാണ് ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. 100 വർഷം പിന്നിടുമ്പോൾ 100ാം വർഷ ആഘോഷങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ താഴെ തലങ്ങളിലെ കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അഴീക്കോട് മണ്ഡലം 16ാം വാർഡ് കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് മന്ത്രിമാർ സ്വീകരിക്കുന്നത്. ആരോഗ്യരംഗത്ത് വൻ തകർച്ചയാണ് നേരിടുന്നതെന്ന് സമീപകാല സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. മതം ചോദിച്ച് മനുഷ്യനെ കൊല്ലാൻ തീവ്രവാദികൾക്ക് ധൈര്യം വന്നത് BJP സർക്കാരിൻ്റെ കഴിവുകേടാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യം അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കു വേണമെങ്കിലും ആക്രമിക്കാവുന്ന രീതിയിൽ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ നരേന്ദ്രമോദി നശിപ്പിച്ചു കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CA റഷീദ് അധ്യക്ഷത വഹിച്ചു. ഏറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, UDF നിയോജക മണ്ഡലം കൺവീനർ PS മുജീബ് റഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PH റഹീം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KM സാദത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ആദരിച്ചു. 2020 പാർട്ടിയുടെ കൊരട്ടി പഞ്ചായത്ത് ഏരിയ കൺവെൻഷൻ നടന്നു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി പഞ്ചായത്ത് കോർഡിനേറ്റർ VO തോമസ് അധ്യക്ഷത വഹിച്ചു. ബോണി വെളിയത്ത്, ആന്റണി പുളിക്കൻ, ജോൺസൺ, ബൈജു VV, അഡ്വക്കേറ്റ് ഹരികൃഷ്ണൻ, മാത്യൂസ് പാപ്പി, ME ഫ്രാൻസിസ്, ബീന ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. കല്യാണധായിനി സഭയുടെ സഹകരണത്തോടെ ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ നൽകി വരുന്ന 15ാമത് ജാതി കുമ്മി കവിത പുരസ്കാര സമർപ്പണ സമ്മേളനവും പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക പ്രഭാഷണവും നടന്നു. NM പിയേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. കല്യാണധായിനി സഭ പ്രസിഡന്റ് തങ്കരാജ് ആനപ്പുഴ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ 1,01,000 രൂപയും ശില്പവും ഫലവൃക്ഷത്തൈയും അടങ്ങുന്ന ജാതിക്കുമ്മി കവിത പുരസ്കാരം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല ഗവേഷക വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശിയായ ആദിക്ക് പ്രശസ്ത നോവലിസ്റ്റ് സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് ജേതാവായ TK ഗംഗാധരൻ സമർപ്പിച്ചു. വിവർത്തനത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ ചിഞ്ചു പ്രകാശിനെയും സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ലഭിച്ച TK ഗംഗാധരനെയും മികച്ച വിജയം കൈവരിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു. അവാർഡ് കൃതിയായ മുടിത്തി പരിചയപ്പെടുത്തിക്കൊണ്ട് ജൂറി ചെയർപേഴ്സൺ പ്രൊഫസർ VK സുബൈദ സംസാരിച്ചു. വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, കൗൺസിലർ KS സുനിൽകുമാർ, PB മുരളി മോഹൻ, സിജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പ്രധാന വാർത്തകൾ വീണ്ടും. ചിമ്മിനി ഡാമിൽ വൈദ്യുതി കമ്പിയിൽ വീണ മരം മുറിച്ചു നീക്കുന്നതിനിടെ മരത്തടി ദേഹത്തു വീണ് തൊഴിലാളി മരിച്ചു. എച്ചിപ്പാറ ചക്കുങ്ങൽ വീട്ടിൽ ഖാദറാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ യോഗത്തിൽ BJPയുടെ തുടർ പ്രതിഷേധം. 5 മിനിറ്റിൽ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വിദ്യാർത്ഥികൾ വായനയെ ലഹരിയാക്കി മുന്നേറണമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രതിഭകളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച MLAയുടെ ആദരം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.